ومريضا أنت زائره قد أتاه الله بالفرج ومريضا ഏതൊരു രോഗിക്കും എങ്ങനത്തെ രോഗിയാണ് അന്ത നബിയെ അവിടുന്ന് സായിറുഹു ആ രോഗിയെ സന്ദർശിക്കുന്നവരാണ് തങ്ങൾ ആരെ സിയാറത്ത് ചെയ്തോ രോഗിയെ അരികിൽ വന്നോ അത് അത്താഹുല്ലാഹു ആ രോഗിക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ് ബിൽ ഫറജി തുറസിനെ കൊടുക്കുന്നതാണ്. ഏതൊരു രോഗിക്കും രോഗിൻ്റെ അടുത്ത് മുത്തുനബി തങ്ങൾ വന്നാൽ രോഗം മാറും. നൂറുകണക്കിന് സംഭവങ്ങൾ വഫാത്തിൻ്റെ ശേഷം ഉണ്ടായതുണ്ട്, ഹയാത്ത് കാലത്തുണ്ടായതുണ്ട്. എത്ര കണക്കും കഴിയില്ല. രോഗികളുടെ അരികിൽ മുത്തുനബി വന്ന് രോഗം ശിഫയായ സംഭവങ്ങൾ വളരെ കൂടുതലാണ്. രോഗം മാത്രമല്ല, അപകടങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നാവ് മുറിക്കപ്പെട്ട് ശത്രുവിന്റെ ഭാഗത്ത് ഓലെ നാവ് റസൂലുള്ളാഹി തങ്ങൾ യഥാസ്ഥാനത്ത് വെച്ച് തടകി കൊടുത്തത് ഉറക്കത്തിലുണ്ടായ സംഭവം കിതാബിൽ കാണാം. അങ്ങനെ കുറേ സംഭവങ്ങൾ. കൈകാലുകൾക്ക് അപകടം പറ്റിയത്, കണ്ണിന് ഖതാദ റളിയല്ലാഹുവിന്റെ കണ്ണ് ചുളപ്പറിഞ്ഞു പോകുന്നത്, ഇബ്നു ഫുദൈക്കിന്റെ കണ്ണിന്റെ കാഴ്ച പാമ്പിന്റെ മുട്ടയിൽ ചവിട്ടിയിട്ട് നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു കിട്ടിയത്. അങ്ങനെ ചുരുങ്ങിയ ചെറുതൊന്നല്ല, എത്രയോ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്തിന്റെ കൂട്ടത്തിൽ കാണാം. ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ അതിനനുസരിച്ച് ബന്ധപ്പെട്ടാൽ തങ്ങളെ കണ്ടില്ലെങ്കിൽ തന്നെ കണ്ട ഫലം സിദ്ധിക്കും എന്നാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്. രോഗങ്ങളൊക്കെ ശിഫ കിട്ടും, കുറേ ശിഫ കിട്ടും. നമുക്കൊക്കെ അനുഭവമാണ്, കുറേ അനുഭവമാണ്. ഇപ്പോൾ റബീഉൽ അവ്വലിന് 30 ദിവസം നിന്നാൽ ആടുമായിരുന്നു, വീകാൻ പോവായിരുന്നു. എന്നും അശ്റക്കിൽ തങ്ങളോട് പറയും എൻ്റെ കാലിന് പുറത്തം തരണം. ഇപ്പൊ വീകാൻ പോണില്ല. ഇപ്പൊ പകുതി മാറ്റം വന്നു. ഞാൻ ചികിത്സിച്ചിട്ടൊന്നുമില്ല, അതിനായിട്ടൊരു ചികിത്സ. തങ്ങളെ മദതാണ്. തങ്ങളോട് കുറേ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മദത് ഉണ്ടാവും. അത് ഭാഗികമായി മദത് ഉണ്ടാവും, ചിലപ്പം ചെറിയ മദത് ഉണ്ടാവും, ചിലപ്പം വലിയ മദത് ഉണ്ടാവും. എങ്ങനെ ഏതാ ഭാഗ്യച്ച ആ ഭാഗ്യത്തിനനുസരിച്ചൊക്കെ ഉണ്ടാവും. തങ്ങളെയൊക്കെ ഒന്ന് സാമ്പത്തിക ഞെരുക്കവും പ്രയാസവും തീരും, എല്ലാ ഞെരുക്കവും തീരും. ഇൽമില്ലാത്തത് പഠിക്കാം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഹൃദയം തുറന്നു തരും, ബുദ്ധി തരും, അഖല് തരും. ഫീഹിൽ ജൂദു വൽ കറമൂന, അവിടെ ധർമ്മമുണ്ട്, അവിടെ നോക്കാതെ ആൾക്ക് കൊടുക്കുന്നുണ്ട്, അഫാഫുണ്ട്, തഖ്വയുണ്ട്, ഒക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാഗത്തുനിന്ന് കിട്ടാത്തതില്ല. രോഗിയെ സന്ദർശിച്ചാൽ രോഗം മാറുന്നുള്ളത് ഒരു സംഭവം, ഒരു വിഷയം മാത്രമാണ്. ഇനി റസൂലുള്ളാഹി തങ്ങൾ സാമ്പത്തിക ഞെരുക്കം തീർത്തരും, കടം തീർത്തരും, പ്രയാസം തീർത്തരും. അതിനൊക്കെ നൂറുകണക്കിന് സംഭവങ്ങൾ, വലിയ വലിയ കിതാബുകൾ അതിനായിട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ബെയ്ത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ബെയ്ത്ത് പ്രശ്നത്തിന് ചൊല്ലിയാൽ 1000 വട്ടോ 450 വട്ടമൊക്കെ ചൊല്ലിയാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. തീരെ മാറണില്ലെങ്കിൽ ഏതെങ്കിലും അംഗീകരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന മക്കാമുകളിൽ ചെന്നിട്ട് മമ്പർത്തോ നൂറുൽ ഷേഖിന്റെ അടുത്തോ ചെന്നിട്ട് ഈ ബെയ്ത്തല്ല അവരെ സിയാറത്ത് ചെയ്തിട്ട് അവരെടുത്തിരുന്ന് കാണി ബെയ്ത്തല്ല. മഹാന്മാരായ മഹാന്മാരുടെ ഖബറുകള് അത് മദീനയുമായി വലിയ ബന്ധത്തിലായിരിക്കും. അതുകൊണ്ട് ഒരു മഹാനെ സിയാറത്ത് ചെയ്താൽ, ഉദാഹരണം നൂറുൽ ഷേഖിനെ സിയാറത്ത് ചെയ്താൽ മുത്തുനബിക്ക് സലാം പറയൽ സുന്നത്തുണ്ട്. നൂറുൽ ഷേഖിന് സലാം പറഞ്ഞതിന്റെ ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് മുത്തുനബിക്ക് സലാം പറയാം. അത് വേഗം മദീനയിലെത്തും. കാരണം മഹാന്മാരുടെ ഖബറും മദീനയും തമ്മിൽ വലിയ ബന്ധമാണെന്ന് ഇമാമിങ്ങൾ പറയാം. ഞാൻ എൻ്റെ വക പറഞ്ഞല്ല, കിതാബിൽ കണ്ടതാണ്.
ഒരു മഹാന്റെ അടുത്ത് നിന്ന് റസൂലുള്ളാഹിക്ക് സലാം പറയുന്നത്, ആ മഹാന് സലാം വേറെ പറയാം, റസൂലുള്ളാഹിക്ക് സലാം പറയുന്നത് പ്രത്യേക നല്ല കാര്യമാണ്. ജുനൈദ് റളിയല്ലാഹു അൻഹു ആണെന്ന് എൻ്റെ ഓർമ്മ പറഞ്ഞതായി കിതാബിൽ കാണാം. കിതാബിന്റെ പേര് ഞാൻ മറന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നിന്നാണ്ട് മഹാന്മാരെ മക്കാമിൻ്റെ അടുത്ത് പോയിരുന്ന് സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം അവരെടുത്ത് ചെന്നിട്ട് ഈ മരീൽ എന്നുള്ള ബെയ്ത്തല്ല, എന്നാല് ശിഫ പെട്ടെന്ന് ആജിലായ ശിഫ വരും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുപ്പമുള്ള സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ചെല്ലിയാലാകുണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആണത് വിടുന്നത്. ആ മഹാനന്റെ ഹളറത്ത് നിന്ന് ചെല്ലുമ്പോൾ പ്രത്യേക ഫായിദ ഉണ്ടാവും, പ്രത്യേക ഖുർബുണ്ടാവും, പ്രത്യേക ഉസൂലുണ്ടാവും, പ്രത്യേക അടുപ്പുണ്ടാവും. അതിനാണത്. ഇതൊരു നല്ല കാര്യമായി മനസ്സിലാക്കിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഏത്? മഹാന്മാരുടെ മഖാമുകൾ. അവരെ സിയാറത്ത് ചെയ്ത് അവർക്ക് സലാം പറഞ്ഞതിന്റെ പുറമെ ആർക്ക് സലാം പറയാം? മുത്തുനബിക്ക് സലാം പറഞ്ഞാൽ വേഗത്തിൽ അത് എത്തും. അത് തടസ്സമില്ലാതെ എത്തുന്ന ജുനൈദ് തങ്ങൾ പറഞ്ഞതാണെന്ന് എൻ്റെ ഓർമ്മ പല കിതാബിലും കാണാൻ കഴിയും. فاز من قد كنت بغيته وسما في أرفع الدرج. ഫാസ വിജയിച്ചിരിക്കുന്നു മൻ ഏതൊരുത്തനും അത് കുന്ത തങ്ങളായി ബിഗയതഹു അവന്റെ മത്ലൂബ് അവന്റെ ആഗ്രഹം അവൻ തേടുന്നത് തങ്ങളാണെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു. നബി തങ്ങളെയാണ് അവൻ തേടിയതെങ്കിൽ അവൻ വിജയിച്ചു, തോൽക്കൂല, തോൽവി ഉണ്ടാവൂല. വസമ അവൻ ഉയരുന്നതാണ്. ഫി അർഫാഇ ദറജി പദവികളിൽ നിന്ന്, ദറജത്തിന്റെ ദറജ് പദവികളിൽ നിന്ന് മോൾക്കുള്ള പടികൾക്കാണ് ദറജി എന്നറിയാം. അടിക്കടിക്കുള്ള പടികൾക്കാണ് എന്തറിയാ? ദറക്ക് എന്നറിയാം. ദറക്ക് താഴ്ന്ന് പോവുക. അങ്ങനത്തെ ഉള്ള താഴ്ച ഏറ്റവും താഴ്ച അതിന് ദറക്ക് എന്നറിയും. മുകൾക്കുള്ള ദർജി എന്ന് പറയും. അപ്പൊ ഒരു തോണി തന്നെ മതിയെല്ലാം തോന്നുന്നുണ്ടാവും ഓരോരുത്തർക്ക് അല്ലേ? മോളിൽ നിന്ന് അടിക്കണ്ട് ഇറങ്ങിയാൽ മതി, അപ്പൊ ദറക്കാവും. ഇവിടെ നാട് പോണീന് ദർജാവുന്നു. അങ്ങനല്ല. ഉയർച്ച മഹത്വത്തിലേക്ക് എത്താനുള്ള, ഉയർച്ചയിലേക്ക് എത്താനുള്ള പടികൾക്കാണ് എന്ത് പറയല്? ദറജി എന്ന് പറയുന്നത്. അങ്ങോട്ട് ഇറങ്ങിച്ചിട്ട് എന്താവില്ല, തളർച്ചയിലേക്കാവൂല. മനസ്സിലായില്ലേ? ഈ തളർച്ചയിലേക്ക് എത്താനുള്ള പടികൾക്കാണ് എന്താ പറയല്? അത് അടിക്ക് ഏറ്റവും അടിയില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ മതി. അല്ലാതെ ഒരു കോണി വന്നതിനെ മോൾക്ക് നോക്കിയാല് ദർജും അടിക്കൊക്കെ ദറക്കുമല്ല, അത് തെറ്റാണ്. അങ്ങനെയല്ല. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഏറ്റവും അടിയിലാണ് നരകത്തിന്റെ. അവിടുന്ന് നരകത്തിൽ എന്തില്ല? ഉയർച്ചന്റെ പടി ഇല്ല. മോൾക്കേറിയാൽ മടിയില്ല, അടിക്ക് ഇറങ്ങിയാൽ മടിയില്ല. ഉയർച്ചന്റെ പടി നരകത്തിലില്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല, പടികളുണ്ട്. എല്ലാം ഉയർച്ചന്റെ പടി തന്നെ. പക്ഷേ ഏറ്റവും ഉയർച്ചയിലാണ് ആര്? മുത്തുനബിയും അവിടുത്തെ കുടുംബമുള്ളത്. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ താഴെയാണ് ദർജ, എല്ലാവരും ദർജ. മുത്തുനബിന്റെ കുടുംബം മുത്തുനബിയും കഴിച്ചിട്ടേ മറ്റുള്ളവർക്ക് ദർജകൾ ഉണ്ടാവുള്ളൂ. അതിന് താഴത്തേക്കായാലും വേണ്ടിയില്ല, അത് താഴ്ന്ന ദർജയല്ല, ദർജ തന്നെയാണ്. അപ്പോൾ ഉയർച്ചയുടെ പടികൾക്കാണെന്ന് പറയല്. മോൾക്ക് കയറിയാൽ വേണ്ടിയില്ല, അടിക്കിറങ്ങിയാലും വേണ്ടിയില്ല, ദർജി എന്നറിയാം. താഴ്ചയുടെ പടികൾക്കാണ് മോൾക്ക് കയറിയാലും വേണ്ടിയില്ല, അടിക്കായാലും വേണ്ടിയില്ല, ദറക്ക് എന്ന് പറയില്ല. അങ്ങനെ മനസ്സിലാക്കിക്കണം. അല്ലാതെ ഒരു കോണിമ തന്നെ മോൾക്ക് നോക്കിയാല് ദർജിയായി, അടിക്കോക്കിയാല് ദറക്കുമായി, അങ്ങനല്ല. തെറ്റിദ്ധരിച്ചവരുണ്ടെന്ന് തോന്നുന്നുണ്ട്. ദർജികളുടെ പടികളുടെ ഉയർന്ന പടിയിൽ അവൻ വളർന്നിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യം വെച്ചവന് ഒരിക്കലും തോൽക്കുകയില്ല. ബാദിലൻ ഫാസ മൻ ഖദ് കുൻത ബഗയതോ വസമാ ഫി അർഫഇ ദറജി, അവൻ ദർജകളുടെ അത്യുന്നതിയിലെത്തും. ആദ്യം പറഞ്ഞത് വിജയിക്കുന്നതാണ്.
വമൻ യുതിഇല്ലാഹു റസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത്ലൂബായി. അവന്റെ അടക്കത്തിലും അനക്കത്തിനും കാരണം അവൻ ആരോട് ഇത്തിബായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ മത്ലൂബായാൽ അവൻ എന്തെങ്കിലും തേടുന്നത് നബി അവിടെ എന്ത് ചെയ്തു, നബി അവിടെ എന്ത് ചെയ്തു, നബി അവിടെ എന്ത് ചെയ്തു. അങ്ങനെ ഓരോ സ്ഥലവും കണ്ടുപിടിച്ച് അതനുസരിച്ച് ചെയ്യാം. അതാണല്ലോ മത്ലൂബായാൽ. അങ്ങനെ മത്ലൂബായ ആള് ഫഖദ് ഫാസ ഫൗസൻ അലീമ എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞാണ്. അവന് ഫൗസിലെത്തും, വിജയിച്ചവനായി. അവൻ തോൽവി ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം പരതിയിട്ട് അത് അനുസരിച്ച് ജീവിക്കാൻ നോക്കുക. ഫതതബ്ബഅന്ന ഫതാബിയൻ ലാ തഅദിലാന ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബ്ബഅന്ന ഫതാബിയൻ ലാ തഅദില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എന്താണ് ചെയ്തത്? റസൂലുള്ള വീട്ടിൽ കയറുമ്പോൾ എങ്ങനെയാണ് കയറിയത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഇറങ്ങിയത്, റസൂൽ അമ്മാനോട് എങ്ങനെ പെരുമാറി, വാപ്പാനോട് എങ്ങനെ പെരുമാറി, കൂട്ടുകാരോട് എങ്ങനെ പെരുമാറി, ശിഷ്യന്മാരോട് എങ്ങനെ പെരുമാറി, റസൂലുള്ളാഹി തങ്ങൾ സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറി, കച്ചറക്കാരോട് എങ്ങനെ പെരുമാറി, റസൂലുള്ളാഹി തങ്ങൾ ഇതര മതസ്ഥരോട് എങ്ങനെ പെരുമാറി, അതൊക്കെ കണ്ടുപഠിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ എങ്ങനെ നിന്നത്, എങ്ങനെ നിസ്കരിക്കുമ്പോൾ കാല് വെച്ചത്, എങ്ങനെ കൈ വെച്ചത്, എങ്ങനെയാണ് നെറ്റി വെച്ചത്, എവിടെയാണ് കാലിന്റെ വിരൽ വെച്ചത്, ഏത് കാലിന് എങ്ങനെയാണ് സുജൂദക്ക് പോയത്, അതൊക്കെയാണ് സുജൂദക്കാണ് പോയി ഇങ്ങോട്ട് എണീച്ചാൽ പോരാ. സുജൂദക്ക് എങ്ങനെയാണ് നബി പോയത്? റസൂലുള്ളാഹി സുജൂദക്ക് പോയത് കാലുമുട്ട് ആദ്യം വെച്ചിട്ടാണ് സുജൂദക്ക് പോയത്. അവിടെ കൈ വെച്ച് കാണ്ടല്ലേ പോയത്, കാലുമുട്ട് ആദ്യം വെച്ചിട്ടാണ്. അപ്പോൾ രോഗമില്ലാത്തതിനെ പോലെ ഞാനൊക്കെ എൻ്റെ ആദ്യകാലത്തൊക്കെ അങ്ങനെ തന്നെ ചെയ്തിന്. ഇപ്പം എനിക്ക് വയ്യ, എനിക്ക് ആദ്യം മുട്ടക്കാൻ വയ്യാത്ത ആൾക്കാരെ തുടരാൻ പാടില്ല, സ്കാരത്ത് തുടരാൻ പാടില്ല എന്നല്ല, അനുസരിച്ച് ചെയ്യാൻ പാടില്ല. അവർ പിന്നെ വെക്കണായി ചെയ്യാന്നുള്ളൂ. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യണം? മുട്ട് ആദ്യം വെക്കണം, എന്നിട്ട് രണ്ട് കൈ വെക്കണം, എന്നിട്ട് നെറ്റി മൂക്കും ഒപ്പം വെക്കണം. അങ്ങനെയാണ് തങ്ങൾ ചെയ്തത്. അങ്ങനെ നിസ്കരിക്കണം. അപ്പോഴേ സൊല്ലു കമാറായിത്തുമൂനി സല്യാവും. അത് തന്നെ സുജൂദക്ക് പോകുമ്പോ മുട്ടുമ കയ്യച്ച് കണ്ടാണ് നമ്മൾ ഉസ്താമാരൊക്കെ പോയത്. ഇപ്പൊ അങ്ങനല്ലേ, ഇപ്പൊ ഒരു പ്രത്യേക ഒരു എക്സസൈസ് രൂപത്തിൽ പോയാലാണ്. തൊടമ കയ്യച്ച് കാണ്ടും തൊടമ കൈ കുത്തി കാണ്ടും സുജൂദക്ക് പോയാൽ പൊന്തുമ്പോ പൊന്തേണ്ടത് കാലാദ്യം കൈ കുത്തിക്കൊണ്ടാണ് സുജൂദ് പൊന്തേണ്ടത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽക്ക് സലാം വീട്ടുന്നത് വരെ റസൂലുള്ളാഹിന്റെ നിസ്കാരമായിരിക്കണം നമ്മൾ നിസ്കരിക്കണം. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ മത്ലൂബാകുള്ളൂ. നോമ്പ് എങ്ങനെയാണ് എടുത്തത്? ഹജ്ജ് എങ്ങനെയാണ് ചെയ്തത്? ഖുദൂ അന്നി മനാസിക്കക്കും. ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്ത് അങ്ങനെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ച അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. ഇങ്ങനെ പറഞ്ഞു നിൽക്കണം. അപ്പൊ തങ്ങളുടെ ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ രംഗത്ത് തങ്ങൾ എങ്ങനെ ഷർട്ട് ഇട്ടത്, ആദ്യം വലത്തേ കൈ ഇട്ടിട്ട് പിന്നെ അടുത്തേ കൈ ഇട്ട്. തങ്ങളെങ്ങനെ ചെരുപ്പിട്ടത്, ആദ്യം വലത്തേ കാലിട്ടിട്ട് പിന്നെ അടുത്തേ കാലിട്ട്. തങ്ങളെങ്ങനെ ചെരുപ്പ് അഴിച്ചത്, ആദ്യം ഇടത്തേ കാലഴിച്ചിട്ട് പിന്നെ വലത്തേ കാലഴിച്ച്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്താറു യമീനഹു ഫീ അക്ലിഹി വശൈനിഹി ഫീ തഹാറത്തിഹി വഅക്ലിഹി വശൈനിഹി കുല്ലിഹി. ആയിഷത്ത് സിദ്ദീഖ തങ്ങൾ മഹദി പറഞ്ഞത് എല്ലാത്തിലും വലത്തേ കൈയിനും അത്തറ് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു ആരോ പറയുന്നുണ്ട് അത്തറ് കൊടുക്കുമ്പോൾ അടുത്തേ കൈ കൊണ്ടാണ് കൊടുക്കേണ്ടത്. അത്തറായാലും വണ്ടിയിൽ എന്തായാലും വണ്ടിയിൽ കൊടുക്കേണ്ടത് വലത്തേ കൈ കൊണ്ടാണ്. വാങ്ങുന്നത് വലത്തേ കൈ കൊണ്ടാണ് വാങ്ങേണ്ടത്. തേച്ച് കൊടുക്കുന്നത് എവിടെയെന്നുള്ള അത് എവിടെയും തേച്ച് കൊടുക്കുക, പുറത്ത് തേച്ച് കൊടുക്കുക, എവിടെയും തേച്ച് കൊടുക്കുക, കൈൻ്റെ മണ്ടമ്മലും തേച്ച് കൊടുക്കുക. അത്തറിൻ്റെ കതിറിനനുസരിച്ചൊക്കെ ചെയ്യാം. കഴിവതും അതൊക്കെ തേക്കാതിരിക്കലാണ് നല്ലത്. അതിലൊക്കെ ഇതൊക്കെ ഉടായ്പുള്ള സാധനങ്ങളാണ്. നിസ്കാരം പാത്തിലാണ് സാധ്യതയുള്ളത്. വെറുതെ കൊടുന്നാണ്ട് തേച്ചുണ്ടാക്കി കഴിവതും അങ്ങനെ തേക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് മസല. തേച്ചിട്ട് തെറ്റുണ്ടായിട്ടല്ല, എല്ലാത്തിലും ഈ എന്താണ് ആൽക്കഹോൾ കൂട്ടുണ്ടെന്നാ, ആൽക്കഹോൾ കൂട്ടുണ്ടെന്നാ എല്ലാത്തിലും ഉണ്ടെന്നാ പറഞ്ഞു. ഇല്ലാന്നും പറയുന്നുണ്ട് ചിലതിൽ. ഫ്രീ ഫ്രം ആൽക്കഹോൾ ഉണ്ടെന്നും എഴുതി വെച്ചുകൊണ്ടൊന്നും ആൽക്കഹോൾ ഉണ്ടെന്നും വരില്ല, ഇല്ലാന്നും വരില്ല. ആ എഴുതി വെച്ചതിൻ്റെ അർത്ഥത്താണെന്നേ വരുള്ളൂ. ഇവിടെ ഉണ്ടായതിന് മുമ്പ് മുദരിസ് ഇന്നാണിട്ട് മുദരിസിന്റെ റൂം വലിയ കോടതിയിലേറെ ചെന്ന മാതിരി മുദരിസിന്റെ റൂമിന്റെ മുകളിൽ ഇംഗ്ലീഷിൽ മുദരിസ് ഇന്ന്, മുദരിസ് ഔട്ട്, കദീന. എന്നിട്ട് മുദരിസ്
മുദരിസ് ബാത്റൂമിൽ പോയാലും മുദരിസ് ഔട്ടാണ് ഈ കാര്യം, അല്ല മുദരിസ് ഇന്നാണ് ഈ കാര്യം ഉണ്ടാകുക. അത് നന്നാക്കി അത് നേരാക്കി മുദരിസിന് നേരം വേണ്ട, അല്ലെ ഇതിനായിട്ട് കമ്മിറ്റിക്കാരൊരാളെ ഏൽപ്പിക്കണം. കാലി ഇന്ന്, കത്തീബ് ഇന്ന്, കത്തീബ് ഔട്ട്, എന്നും ഔട്ട് തന്നെ. ഉള്ളിലാകുന്ന ടൈമിലും ഔട്ട് തന്നെ, ഔട്ടാവുന്ന ടൈമിൽ ഉള്ളിൽ തന്നെ. ഇങ്ങനെ അത് ആ പദത്തിന്റെ അർത്ഥം അതാണ്. അത് ഫ്രീ ഫ്രം ആൽക്കഹോൾ. അതെ, അതുപോലെ തന്നെ മറ്റേ അങ്ങനൊക്കെ എഴുതി വെച്ചതുകൊണ്ട് ഉണ്ടെന്നും വരൂല, ഇല്ലാന്നും വരൂല. എഴുതിയിലാച്ചിട്ട് ഇല്ലാന്നും വരൂല, ഉണ്ടെന്നും വരൂല. ഉപയോഗിക്കുക ഏത് അത്ര ഉപയോഗിക്കുക. ഫ്രീ ഫ്രം ആൽക്കഹോൾ ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ആൽക്കഹോൾ ഇല്ലാന്നൊന്നും വരൂല. അതൊക്കെ ആൽക്കഹോൾ ഉണ്ടാവലും മധുഹാണ്. ഏതിന്? സുഗന്ധങ്ങൾക്ക് പേരാണ് ആൽക്കഹോൾ ഉണ്ടായാല്. നമ്മള് ഫത്തുൽ മീൻ ഓദിക്കണമെന്നല്ല ഒരു നോക്കല്, ഒരു നാട്ടിലത്തെ അവസ്ഥയാണ് അവർ നോക്കല്. കമ്പനിയൊക്കെ ആൽക്കഹോൾ ഉണ്ടായാൽ പവർ കൂടുക ചെയ്യുക. അപ്പോൾ ആൽക്കഹോൾ ഇല്ലാന്ന് പറഞ്ഞാൽ താന്നതാണെന്നാ വരിക. ആൽക്കഹോൾ ഇല്ലാന്ന് തന്നെ മുസ്ലിമുകൾ പെടാൻ വേണ്ടി എഴുതിയതും ആവാം. മനസ്സിലായില്ലേ? അത് നോക്കണ്ട. വാട്ടർ റെസിസ്റ്റന്റ് എഴുതിയിട്ടുണ്ടാവും. അവലിട്ട് അപ്പോൾ ഉള്ളിലേക്കുള്ള വെള്ളം കൂടി കയറും ചെയ്യും. അത് എഴുത്ത് നോക്കണ്ട, വെള്ളം കയറൂലെന്ന് വിചാരിച്ചിട്ട് അതിന് എഴുത്ത് കണ്ട് കാണ്ട് വെള്ളത്തിലിടാൻ നിൽക്കണ്ട. വാച്ചും മൊബൈലൊന്നും വെള്ളമാണ് കയറുന്നുള്ളൂ. വെള്ളത്തിന് എൻ്റെ എഴുത്തൊന്നും കണക്കല്ല. അപ്പൊ ഫ്രീ ഫ്രം ആൽക്കഹോളിന് എഴുതിയാലും ഉപയോഗിക്കാം, എഴുതിയില്ലെങ്കിലും ഉപയോഗിക്കാം. രണ്ടും കണക്കാണ്. എന്തായാലും അതിൽ അതൊന്നും കൊണുള്ള സാധനമല്ല. നമസ്കാരം ബാത്തിലാക്കാൻ പറ്റുമെന്നല്ലാണ്ട് ഉപകരിക്കുമെന്ന് തോന്നണില്ല. ഏതൊരു സാധനം സ്വീകരിക്കേണ്ടത് വലത്തെ കൈകൊണ്ടാണ്, ഏതൊരു സാധനം വാങ്ങേണ്ടതും വലത്തെ കൈകൊണ്ടാണ്. അത്ര ഒഴിച്ചെന്ന് ചിലവർ പറയലുണ്ട്. പറഞ്ഞ ആൾക്ക് തെളിവില്ല. ഞാൻ കണ്ടുക്കണെന്ന് എന്നോട് പറഞ്ഞു. എവിടെ കണ്ടുക്കെന്ന് വെച്ചിട്ട് പറയണില്ല. അത് കാണോളം ഇതെങ്ങനെ തന്നെ ആമല്. കാരണം കിതാബിൽ ആരും ഒഴിവാക്കി കാണുന്നില്ല. കിതാബിൽ വലത്തുകൊണ്ട് സ്വീകരിക്കണമെന്ന്, വലത്തുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിന്ന് അത്തറിന് ഒഴിവാക്കി കാണുന്നില്ല. അറിയാം, രാമമായ കായിക ഇമാമിങ്ങൾ പറയുമ്പോൾ ഇല്ല ഇത്തറൻ എന്ന് പറഞ്ഞാണ്ടേ അല്ലേ, അത് കാണുന്നില്ല. പിന്നെ ഈ ആള് പറഞ്ഞത് മാത്രമേ തെളിവാക്കാൻ പറ്റുള്ളൂ. ഇയാളോട് ഞാൻ 3-4 വട്ടം ചോദിച്ചിരിക്കണേ എവിടെ കണ്ടുകിണെന്ന് അറിഞ്ഞു, എവിടെയൊന്നും ഓർമ്മയില്ല. അപ്പൊ അത് ഓർമ്മാവോളം നമ്മൾ കിതാബ് പറഞ്ഞാൽ ചെയ്യാം. ഓർമ്മയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി ചെയ്യാം. ഇമാമിങ്ങളെ ഉമൂമിൽപ്പെട്ടതൊക്കെ നമ്മൾ ഉമൂമായി തന്നെ വെക്കണമെന്നല്ലേ. പിന്നെ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞിരിക്കണ തിരക്കില്ല, എന്നാ പിന്നെ തിരക്കില്ല. പിന്നെ ഓർമ്മയില്ലെങ്കിലും തിരക്കില്ല. അല്ല, നമ്മള് സാധാ മനുഷ്യന്മാരൊക്കെ അബദ്ധം കൊടുങ്ങുമല്ലോ. അപ്പൊ അബദ്ധാണെന്ന് പറയല്ല, അബദ്ധാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു അഅലം. ബാദിലൻ, അതിപ്പോ ഒന്നാമത്തെ മർത്തബയാണ്. ഏത്? റസൂലുള്ള മത്ലൂബായാൽ ഫായിസായി. അത് ഖുർആൻ പറഞ്ഞാണ്. ഏതായത്ത്? വമൻ യുതിഇല്ലാഹു റസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഫാസ, വിജയിച്ചു. ഇനി ഇതിപ്പോ മത്ലൂബായാൽ തന്നെ വിജയിച്ചു. ഇനി വിജയമല്ല, വിജയത്തിനേക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തും. വളർന്ന് വളർന്ന് ഉയർന്ന മർത്തബ കിട്ടും. എപ്പോ? അതാണ് എന്നാൽ വിജയം മാത്രമല്ല, സുമൂവിലെത്തും, മേൽമയിലെത്തും. ഫി അർഫഇ ദറജി, ഉയർന്ന പദവികളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന പദവിയിലെത്തും. ഏത് സ്ഥിതിയിലായ നിലക്ക്? ബാദിലൻ, അവൻ ചെലവാക്കിയവനായ നിലക്ക്. ഫിൽ ഹുബ്ബി മുഹിദത്തഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബത്തില്, നബീനെ ഇത്തിബാഅ് ചെയ്യൽ മാത്രമല്ല, മഹബത്തിൽ ശരീരത്തിനെ ചെലവാക്കിയാൽ ഉയർന്ന മർത്തബകൾ എത്തിക്കും. അത് രണ്ടാം സ്റ്റേജാണ്. അത് വലിയ മഹാന്മാരുടെ സ്റ്റേജാണ്. ബാദിലൻ ഫിൽ ഹുബ്ബി മുഹിദത്തു ആയ നിലക്കാണെങ്കിൽ ബാദിലൻ, അവൻ തന്നെ നൽകിയവനായ നിലക്ക്. ഫിലുബി, മുത്തുനബിന്റെ മഹബത്തിൽ മുഹിദത്തോ, ശരീരത്തിന്, അവന്റെ ശരീരത്തിന്, അവന്റെ രക്തത്തെ അല്ലെങ്കിൽ അവന്റെ ശരീരത്തിന് നൽകി. അവന്റെ ശരീരം തന്നെ തങ്ങൾക്ക് അർപ്പിച്ചാൽ, പിതാ കബി ഉമ്മി എന്ന് പറഞ്ഞില്ലേ, ആ തങ്ങൾക്ക് അർപ്പിച്ചാൽ എന്തായി? അവന് സമാഫി അർഫഇ ദറജി, അവന് ദർജകളെ ഉയർന്ന ദർജയിലെത്തുന്നതാണ്. സാമിഹൻ ബിർ റൂഹി വൽ മുഹജി, സാമിയൻ, അതെ
അവൻ തന്നെ കൊടുത്തവനായ നിലക്ക്, ധർമ്മം ചെയ്തവനായ നിലക്ക്, റൂഹി ആത്മാവിനെ ധർമ്മം ചെയ്തവനായ നിലക്ക്, മുഹജത്തുകൾ അവന്റെ ശരീരങ്ങളെയും അവന്റെ രക്തങ്ങളെയും അവന്റെ ഹൃദയങ്ങളെയും, മുഹജത്തിന് റൂഹ്, കൽബ്, രക്തം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ ഒരട്ടം പറഞ്ഞില്ലേ എന്നൊരു ചോദ്യം വരും അല്ലേ? എന്താ പറഞ്ഞേ? ബാദിലം ഫിൽ ഹുബ്ബി മുഹജത്തഹു എന്നൊരട്ടം പറഞ്ഞില്ലേ? അതിനല്ലേ സാമിയം ബി റൂഹി വൽ മുഹജി എന്ന് പറഞ്ഞത്, മുഹജത്ത് പറഞ്ഞല്ലോ തന്നെയല്ലേ അല്ലേ? അപ്പൊ തക്കറാർ എങ്ങനെ ആയാലും വരുന്നാണ് വൈലത്തുർസാന്റെ അഭിപ്രായം. ഒരു ഉസ്താദ് പറയാണ്, വാലാ കുല്ലിൻ എങ്ങനെ വെച്ചാലും ഫീ തക്കറാറിനിൽ ആവർത്തനമുണ്ട്. ആവർത്തനം നമ്മൾ മനസ്സിലാക്കിക്കണം. ഞാൻ ആവർത്തനം ഉണ്ടായിക്കോട്ടെ, ഫി മക്കാമിൽ മതി, മധുവിന്റെ മക്കാമിൽ ആവർത്തനം ഉണ്ടായിച്ചിട്ട് പ്രശ്നമില്ല, ആവർത്തനം ഇവിടെ പറയണ്ടെന്ന ഉസ്താദ് പറയുന്നത്. പക്ഷെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണേ. കാരണം എന്താ അറിയോ? ആദ്യം പറഞ്ഞത് മുഹജത്തഹു ആണ്, അവന്റെ മുഹജത്തിനെയാണ്. അവൻക്ക് എത്ര മുഹജത്തുണ്ടായാല്, റൂഹായാലും കൽബായാലും ദമായാലും എത്ര ഉണ്ടായാല്? ഒരു ദമ്, പിന്നെ ഒരു മുഹജത്ത്. അപ്പൊ അവന്റെ മുഹജത്തിനെ അവന് ബദലി ചെയ്തു എന്നാ പറഞ്ഞത്. സാമിഹൻ അവൻ വിട്ടുകൊടുത്തു, റൂഹി ആത്മാവിനെ. അത് തന്നെ നേരത്തെ പറഞ്ഞു വിട്ടുകണില്ല അല്ലേ? മുഹജി മുഹജത്തുകളെയും മുഹജത്തുകൾ അവനക്ക് ഉണ്ടാവോ? ഇല്ല. അപ്പൊ അവന്റെ മക്കളെയും അവന്റെ കുട്ടികളെയും എല്ലാം ആർക്ക് അർപ്പിച്ചു? നബിതങ്ങൾക്ക് അർപ്പിച്ചു. അപ്പൊ മുഹജത്ത് തക്കറാറായി വരുന്നില്ല. ആദ്യത്തേത് മുഹജത്തഹു ആണ്, അവന്റെ മുഹജത്താണ്. മറ്റേതോ മുഹജികളാണ്, അവന്റെ മക്കളെയും കുട്ടികളെയും എല്ലാം ആർക്ക് വേണ്ടി അർപ്പിച്ചു. അഥവാ നബിയെ അവരെ കാണൊക്കെ എന്ത് ചെയ്തു? നബിയെ മുന്തിച്ചു. മക്കള് വോട്ട്, അല്ലെങ്കിൽ ഭാര്യ വോട്ട്, മക്കള് വോട്ട്, അതിനൊന്നും വില വെച്ചില്ല. തങ്ങൾക്ക് വേണ്ടി അവരെല്ലാം വിട്ടുമാറാൻ തയ്യാറായി. അങ്ങനെയാണല്ലോ എത്ര ആളുകള് മക്കള് നിരീശ്വരവാദിയാകുക, റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാ എന്റെ മോനല്ലെന്നാലും നന്നോട് വീട്ടിൽ കയറ്റാൻ പാടില്ല, പോ ഷൈത്താൻ ഇറങ്ങാൻ പാടില്ല, ഇങ്ങോട്ട് കയറാൻ പാടില്ല, ഇങ്ങോട്ട് അങ്ങനെ പറയണം. കാരണം എന്തുകൊണ്ട്? മുഹജത്തിനെ, ആ മുഹജത്തുകളെ, അങ്ങനെയുള്ള മക്കളെ, ശരീഅത്തിനോട് എതിരായ മക്കളെ കരി കയറ്റാൻ പാടില്ല. നിയമം എന്താന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് അതിന്റെ മതപരമായ അവസ്ഥ. ഇനി ഇന്ത്യ രാജ്യത്തുള്ള നിയമം എന്താ എനിക്ക് നമ്മളെ അറിയില്ലട്ടോ. അതനുസരിച്ച് നീങ്ങിയാൽ മതി. ഞാൻ ഉത്തരവാദിയാവൂല. ഞാൻ പറയുന്നത് ബാദിലം ഫിൽ ഹുബ്ബി മുഹജത്തഹു എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിനെ അള്ളാഹു റസൂലിന് വേണ്ടി വിട്ടുകൊടുത്തവനായ നിലക്ക്, അവന്റെ ശരീരത്തിന്റെ ഇച്ഛയേക്കാൾ ആരെ തിരഞ്ഞെടുത്തു? റസൂലുള്ളാഹിനെ തിരഞ്ഞെടുത്തു. ഒന്ന്. പിന്നെ സാമിഹം ബി റൂഹി വൽ മുഹജ്, അവന്റെ ആയിട്ട് ബന്ധമുള്ള അവനക്ക് അവകാശമുള്ള ആത്മാവുകളെയും മുഹജത്തുകളെയും എല്ലാം ആർക്ക് വിട്ടുകൊടുത്തു? റസൂലുള്ളാഹിക്ക് വിട്ടുകൊടുത്തു. റസൂലുള്ളാഹിന്റെ എതിരിൽ പറയുന്ന ഒരു മോനെ നമുക്ക് വേണ്ട, അങ്ങനത്തെ ഒരു മോളും വേണ്ട, അങ്ങനത്തെ റസൂലുള്ളാഹിനെതിരെ പറയുന്ന ഒരു ഭാര്യയും വേണ്ട, ഒരു ഭർത്താവും വേണ്ട, ഒരു അങ്ങനെയും വേണ്ട. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അവൻ അർഫഉ ദർജയിലേക്ക് എത്തുക. അപ്പൊ തകരാറുണ്ടോ? മുഹജ് വേറെ മുഹജല്ലേ? മാത്രല്ല മുഹജ് ഒക്കൂലല്ലോ, ഒരാൾക്ക് മുഹജത്തല്ലേ ഒക്കുള്ളൂ. ഒന്ന് തന്റെ മുഹജത്തിനെ കൊടുത്തതാണ്, മറ്റൊന്ന് മറ്റു മുഹജികളെ കൊടുത്തതാണ്. ഏത് മുഹജും ആർക്ക് വേണ്ടി കൊടുക്കണം? മുത്തുനബിക്ക് വേണ്ടി കൊടുക്കും. മുത്തുനബിനെ എതിർക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കില്ല, ഒരു വാപ്പ നമുക്കില്ല, ഒരു ഉമ്മ നമുക്കില്ല, ഒരു ഭാര്യയില്ല, ഒരു മകനില്ല, ഒരു മകളില്ല. ഉണ്ടെങ്കിൽ അവർക്ക് പോകാം. ഈ ഒരു മനസ്സിലായാൽ അർഫഉ ദർജയിലേക്ക് എത്തുന്നതാണ്. മറ്റേത് റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്താൽ അവൻ ഫാസ ഫൗസൻ അളീമ. അത് രണ്ടല്ലേ അല്ലേ? തക്രാറുണ്ടോ? വലാ കുല്ലിൻ ഫീ തക്രാർ എന്നാണ് ശരിയോ? ഏതനുസരിച്ചും തക്രാറുണ്ടെന്ന് പറഞ്ഞ് ഒന്നനുസരിച്ചും തക്രാറില്ല എന്നുള്ളതാണ് ശരി. തക്രാറുണ്ടോ? മാത്രമല്ല മുഹജിന് എന്താ കാട്ടുക? മുഹജത്തുകൾ അങ്ങനെ ഒരാൾക്ക് മുഹജത്തുകൾ ഉണ്ടാവും. يا كريم الجود راحته فكفيت البحر واللجج يا كريم الجود ധർമ്മത്താൽ
കറമുള്ളവരായ നബിയെ, കരീമുൽ ജൂദ്, കരീം കറമ് എന്ന് പറഞ്ഞാല് എഴുത്താവുമായ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട നേരത്ത് കൊടുക്കുന്നതിനെ കൊടുക്കുക. ഇതാണ് കൊടുക്കേണ്ടവർക്ക് എഴുത്താവുമായ കൊടുക്കേണ്ടതിനെ കൊടുക്കുക, ആവശ്യമുള്ളത് കൊടുക്കുക. പിന്നെ ലിമൻ എമ്പകി ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, അല്ല വജി എമ്പകി ആവശ്യമായ ശൈലിയിൽ കൊടുക്കുക. ഇതാണ് കർമ്മ. അതിനേക്കാൾ വിശാലമാണ് ജൂദ്. അങ്ങനൊന്നും കണക്കും നോട്ടില്ലാത്ത കൊടുതി. അതാണ്. അപ്പൊ ജൂദിനാൽ കറമുള്ളവരായ നബിയെ, അഥവാ ജൂദും കറമും ഒരുമിച്ച് കൂടിയ നബിയെ, അഥവാ ആവശ്യമുള്ളവനക്ക് ആവശ്യമുള്ള നേരത്തെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാറുണ്ട്, അത് നോക്കാതെയും ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. കറമും ജൂദും ഒരുമിച്ച് കൂടിയ നബിയെ, ജൂദിനാൽ കറമുള്ളവരായ നബിയെ. ഏതിന്റെ ജൂദ്? ജൂദ് എന്നുള്ള മസ്റാണ് ജാദയ ജൂദിന്റെ. ജാദ എന്ന് പറഞ്ഞാല് ധർമ്മം ചെയ്തു, ആളെ നോക്കാതെ ധർമ്മം ചെയ്തു എന്നാണ് ജാഥ എന്ന് പറഞ്ഞാൽ. അതിന്റെ മസ്തറാണ് ജൂദ്. അതിന്റെ ഫായിലാണ് റാഹത്തു എന്നുള്ളത്. ആര് ധർമ്മം ചെയ്തു? അവിടുത്തെ ഉള്ളം കൈ ധർമ്മം ചെയ്തു. ഉള്ളം കൈ കൊണ്ടാണ് സാധാരണ ധർമ്മം ചെയ്യല്. അത് ഉള്ളം കൈ എന്ന് പറഞ്ഞത് ധർമ്മത്തിന്റെ ശൈലി അങ്ങനെയാണ്. കൈകൊണ്ടാളെ കൊടുക്കല്. കൈകൊണ്ടല്ലാതെ കൊടുത്താലും പറച്ചിലെന്താ? മുപ്പര് കൈ നീളുന്ന ആളാണ്, നല്ല കൈ മുപ്പര കൈ നല്ല ബർക്കത്തുള്ള കൈയാണ്, നല്ല കൈയാണെന്നൊക്കെ പറയും. ധർമ്മം ചെയ്യാന്നുള്ള വാനക്ക് അതുള്ളൂ. അല്ല കൈകൊണ്ട് എടുത്തോന്ന് അറിയലും തന്നെയാണ്. പറച്ചിലും തന്നെ കൈകൊണ്ട് ധർമ്മം ചെയ്തു തന്നെ പറയല്. മനസ്സിലായില്ലേ? അപ്പൊ ജൂദിന്റെ ഫായിലാക്കിയതിനെ റാഹത്തുഹു എന്നുള്ളതിന്, റാഹത്തുഹു എന്ന് പറയലാണ് റാഹത്ത്. റാഹത്തഹു എന്ന് ഒരു 10 ചെയ്ത് പറയലുണ്ട്. അതിന് എദുൽ ഖാഫിന്ന് മൻസൂബാക്കണം, എന്നിട്ട് ബി റാഹത്തിഹി എന്നാക്കേണ്ടി വരും. അതൊരു ബഈദായ പ്രയോഗമാണ്. ഏറ്റവും നല്ലത് ഏതാ? യാ കരീമൽ ജൂദി. അലിഫിലാമുള്ള മസ്സറല്ലേ, അത് അമൽ ചെയ്യണിയും തകരാറൊന്നുമില്ല. ഞാൻ അലിഫിലാം ഉണ്ടിച്ചിട്ടും തകരാറില്ല, ഇല്ലെങ്കിലും തകരാറില്ല. അൽ ജൂദി റാഹത്തുഹു, റാഹത്തുഹു, റാഹത്ത്. യാ കരീമൽ ജൂദി, ധർമ്മത്താൽ കറമുള്ളവരായ നബിയെ, ജൂദാൽ കറമുള്ളവരായ നബിയെ. ആര് ജൂദ്? ആരുടെ ജൂദാൽ? ആര് ധർമ്മം ചെയ്യലാൽ? റാഹത്തുഹു, അവിടുത്തെ ഉള്ളം കൈ. അങ്ങനല്ലേ ഹസ്സാൻ സാബിത്ത് പറഞ്ഞത്? ലഹു റാഹത്തുൻ ലൗ ഉന്ന. എങ്ങനെയാണ്? മിശാറു ജൂദിഹി അലൽ ബർരി കാനൽ ബർറു അന്ദാ മിനൽ ബഹരി. അല്ലേ? അങ്ങനല്ലേ? ലഹു നബി തങ്ങൾക്കുണ്ട് റാഹത്തുൻ, ഒരു കൈയുണ്ട്. എങ്ങനത്തെ കൈയാണ്? ഒരു കഫുണ്ട്, ഒരു മുൻകൈയുണ്ട്. എങ്ങനത്തെ കഫാണ്? ലൗ ഉന്ന, ലൗ ലൗ ഉന്ന വിതരപ്പെട്ടാൽ, മിശാറു ജൂദിഹ, അതിന്റെ 1000-1 വിതരപ്പെട്ടാൽ, അല്ലേ? അലൽ ബർരി, കരയുടെ മേൽ വിതരപ്പെട്ടാൽ, കാനൽ ബർറു, കരയാകും. അന്ദാ മിനൽ ബഹരി, എന്താവും? കടലിനേക്കാണ് ധർമ്മമുള്ളവരാവും. അന്താന്ന് പറഞ്ഞാൽ ഏറ്റവും നദുള്ളവർ. നദാന ധർമ്മം, ഷാറല്ല. കടലാണല്ലോ ഏറ്റവും ധർമ്മം ചെയ്യുന്നതായിട്ട് പറയപ്പെടാറുള്ളത്. ഏറ്റവും ധർമ്മം ചെയ്യുന്നത് ആരും ഒന്നാണും കൊടുക്കാതെ അങ്ങോട്ട് തരുന്ന സാധനാര കടലാണ്. കടലിനെയാണ് ഉപമിക്കാറുള്ളത് ആലങ്കാരികമായിട്ട്. ആ കടലിനേക്കാൾ കര ധർമ്മമുള്ളതായി മാറും. 1000-1 കരക്ക് കിട്ടുകയാണെങ്കിൽ, മുത്തുനബിന്റെ ധർമ്മം കിട്ടുകയാണെങ്കിൽ. മനസ്സിലായില്ലേ? ബുർദയിലും ഇല്ല റാഹത്ത്. കങ്കൂസ്മരുതില്ല എന്നല്ല, ബുർദയിലില്ല. ഉണ്ട്. അത് വില്ലംസി റാഹത്തുമാണ്. അത് കൈ കൊണ്ട് തൊട്ടിട്ട് ശിഫ കിട്ടിയ സംഭവമാണ്. ഏതായാലും റാഹത്താണ്. അപ്പൊ റാഹത്തുഹു എന്ന് പറയലാണ് റാഹത്ത്. ഈ റാഹത്തഹു എന്ന് പറയാൻ നസുൽ ഹാഫിദ് മൻസൂബായിട്ട് ഉഫക്കാര് കൂടെ അങ്ങനെ വയന്ന് നടക്കാം. ബസറക്കാരെ കിട്ടൂല. നമുക്ക് എല്ലാരും കിട്ടാൻ നല്ലത് എങ്ങനെ? ജൂദി എന്നതിന്റെ ഫായിലാക്കാം. മസറിന്റെ ഫായിൽ ഉണ്ടാവുമല്ലോ.
അല്ലേ? മസ്തറിന് അമലുണ്ട് എന്നല്ലേ? ഇസ്മു മസ്തറിന് വരെ അമലുണ്ട്. അപ്പോ കഫൈത്തൽ ബഹറ, അപ്പൊ തങ്ങൾ മതിയാക്കിയിരിക്കുന്നു. അൽ ബഹറ, കടലിനെ മതിയാക്കിയിരിക്കുന്നു. എന്നാൽ കടലിന് ആവശ്യമില്ല, കടലിന്റെ ധർമ്മം ഇനി ആവശ്യമില്ല. അതിനേക്കാൾ ധർമ്മം ആരെ കൊണ്ട് കിട്ടിയിരിക്കണ്? കടലും അല്ലേ ധർമ്മം ചെയ്യല് അല്ലേ? ആ കടലിനേക്കാൾ ധർമ്മം ആരെ കൈകൊണ്ട് കിട്ടിയിരിക്കണ്? അപ്പൊ ആരെ മതിയാക്കിയിരിക്കുന്നു? കടലിനെ മതിയാക്കി. കടലിൽ ഇങ്ങോട്ട് വരണ്ട, കടലിന്റെ ധർമ്മം ആവശ്യമില്ല. ആരുടെ ധർമ്മം ഉണ്ട് ഇവിടെ? തങ്ങളെ ധർമ്മം ഇവിടെ ഉണ്ട്. അപ്പൊ ആരെ മതിയാക്കി? തങ്ങളെ ധർമ്മം കൊണ്ട് മതിയായില്ലേ? അപ്പൊ ആരെ തൊട്ട് മതിയാക്കി? കടലിന്റെ ധർമ്മത്തെ തൊട്ട് കിഫായത്താക്കിയിരിക്കുന്നു. ലുജജ എന്നാണ് പറയേണ്ടത്. ബെയ്ത്തിന് വേണ്ടി ലുജജി എന്ന് പാടിയതാണ്. അപ്പൊ ഇറാബൊക്കെ എങ്ങനെ? അവർ ഫാത്തിഫ ലുജജി എന്നുള്ള മഅത്തൂഫ്, മുഖദ്ദറത്തായ ഫതഹത്തോണ്ട് നസ്ബ്, കസറത്തല്ലേ? മഹല്ല് എന്തുകൊണ്ട് ഷുഗലായി? വസിനിന്റെ ഹർക്കത്ത് കൊണ്ട്, കാഫിയന്റെ ഹർക്കത്ത് കൊണ്ട് മഹല്ല് ഷുഗലായപ്പോ മുഖദ്ദറത്തായ ഫതഹത്തോണ്ട് നസ്ബ്. അൽ ബഹറ വൽ ലുജജ, ലുജ്ജത്തുകൾ. ലുജ്ജത്ത് പറഞ്ഞാൽ വെള്ളത്തിന്റെ ആഴികൾ. എത്രയോ വെള്ളമുള്ള സ്ഥലങ്ങള്, കടലും പുഴയും അതുപോലെ വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ ധർമ്മം വാദിക്കുന്നത്. ആ ധർമ്മം ഇനി ആവശ്യമില്ല. ആരെ ധർമ്മമുണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മം കൊണ്ട് മതിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കടലിനേക്കാൾ ധർമ്മം ചെയ്തവരാണ്, ലുജ്ജത്തുകളെക്കാൾ ധർമ്മം ചെയ്തവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കറമി എന്നാണ് ഒരു പാട്ടില്. കദ്ദഹിരി ഫീ ഹിമമി, കൽബഹരി ഫീ, കസ്സഹിരി ഫീ തറഫിൻ വൽബഹരി ഫീ കറമി വൽബദിരി ഫീ ഷറഫി. അതില് കൽബഹരി എന്നല്ലേ? കടല് പോലെയാണെന്ന് അറിഞ്ഞില്ലേ റസൂലുള്ളാഹി തങ്ങൾ? ആ ആശയാണ് ഈ പറഞ്ഞത്. റാഹത്തുഹൂന്ന് മസറിന്റെ ഫായിലാക്കലാണ് ഏറ്റവും നല്ലത് കേട്ടോ. റാഹത്തഹൂന്ന് വായിക്കാം, നസുൽ ഹാഫിളോണ് മൻസൂബായിട്ട്. അത് ലാഹിറിന് മാറ്റാണ്. ലാഹിറാണ് എന്നാണ് ഇബ്രാഹിം കുട്ടിയിലേപ്പ പറഞ്ഞത്. അത് ലാഹിറാണെന്ന് എങ്ങനെ മനസ്സിലായി? എങ്ങനെയാന്ന് അതിന്റെ കണക്ക് എനിക്ക് ചെല്ലാം. പിന്നെ ഇബ്രാഹിം കുട്ടിയിലെ ബാബാക്ക് ഇതിനൊരു ആശയുണ്ട്. അതിന്റെ പേരെന്താ? തുഹഫത്തുൽ ആശിഖീൻ. നല്ല ആശയാണ്, ബൽപ്പുള്ള ആശയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏറ്റവും നല്ല യോജിപ്പ് ലാഹിർ എന്താണ്? നസുൽ ഹാഫിളോണ്ട് മൻസൂബാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർക്ക് ലാഹിറായതാണ് ഈ കാര്യം. ഓരോ നേരത്തെ ഓരോന്ന് ലാഹിറാണ് ഇത്താ കാട്ടിലിപ്പോ. അതെല്ലാം ലാഹിർ. ഏതാ ലാഹിർ? അതാരെ ഫായിലാവലാണ് ലാഹിർ. രണ്ടും പറ്റും. നസുൽ ഹാഫിളാണ് മൻസൂബ്. അന്നിന്റെ അല്ലാത്തോടത്തൊക്കെ ഷാദല്ലേ അല്ലേ? സമായിയല്ലേ? ബസറക്കാരെ അഭിപ്രായ പ്രകാരം. പിന്നെ കൂഫക്കാരെ അഭിപ്രായത്തിൽ കൊണ്ടുപോയാൽ ലാഹിറാന്ന് പറഞ്ഞാല് അല്ലേ? ഓറ് കൂഫക്കാരനായിരിക്കുന്നാല് അല്ലേ? കൂഫക്കാര് മോശക്കാരൊന്നും അല്ലല്ലോ. മോശക്കാരെന്നല്ലല്ലോ, കൂഫക്കാരെന്നല്ലേ? അൽ കൂഫി ലാ യൂഫീന. എന്തോ ആയിക്കോട്ടെ, രണ്ടും പറ്റുന്നൊക്കെ. അന്ത മുഞ്ചീന, തങ്ങൾ അങ്ങനല്ലേ? ധർമ്മത്തിന്റെ കൈ എന്നാ റസൂലുള്ളാഹിന്റെ കൈ എന്ന് പറയൽ. ധർമ്മ കൈ. ചെറിയ കാഴ്ചയിൽ ചെറുത് വന്നാൽ തന്നെ വലിയതായി അനുഭവപ്പെടും. നൂറുകണക്കിന് സംഭവങ്ങൾ കാണാം. അവിടുത്തെ കൈകൊണ്ട് കിട്ടിയതാണ് കണക്ക്. പിന്നെ എന്ത് ചെയ്തിട്ടില്ല? ഹൈബത്തുണ്ടായിട്ടില്ല. എത്ര അബൂഹുറൈറ എന്തിയാനക്ക് വിശന്നിട്ട് ഭയങ്കര പ്രയാസം റസൂലുള്ളാഹി ചോദിച്ചാണ്. പള്ളിക്ക് തന്നെയാണ് ഓറുണ്ടാകുക. അപ്പോ പറഞ്ഞ് ഇതെന്താ ചവക്കണ ചോദിച്ചു. ഞാൻ ഈത്തപ്പഴത്തിന്റെ കുരുവാണ് ചവക്കണത്. അതിന്റെ എനിക്ക് വിശപ്പോണ്ട് ഈത്തപ്പഴം കിട്ടിയപ്പോ ഒരു ഈത്തപ്പഴമാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ കുരു കൊണ്ട് ഇങ്ങനെ നീരുറവ തൊള്ളിയിൽ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ ചവക്കാണ്. അപ്പൊ തങ്ങൾക്ക് ഭയങ്കര വേദനയായി. അപ്പൊ തങ്ങളെ കയ്യിൽ ആരോ അതിയോട് നിർത്തി അത് മൂപ്പര് കൊടുത്തു. ഇത് അവിടെ വെച്ചോ, ഇതിൽ നിന്ന് അതിന്റെ ആവശ്യത്തിന് എടുത്ത് തിന്നോണ്ടിയായിരുന്നു. അതിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം 2.5 കൊല്ലം എടുത്ത് ഈത്തപ്പഴം തിന്നു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം കൊല്ലങ്ങളോളം, എത്ര കൊല്ലം? 8 കൊല്ലം
12 കൊല്ലം. എത്ര കൊല്ലം ഓർമ്മണ്ട? ആ കാലത്തും തിന്നു. പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് കൊല്ലപ്പെട്ട അന്ന് വരെ അതിൽ നിന്ന് ഈത്തപ്പഴം എടുത്ത് തിന്നുമായിരുന്നു. അത് തുറക്കും, അതിന് കൈയിടും, അതിന് ഈത്തപ്പഴം എടുക്കും. ഉണങ്ങിയ കാരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തിന്നും. ചെറിയൊരു ഹക്കീബ, ചെറിയൊരു ബാഗ് കൊടുത്തതാ. അത് തുറന്ന് എണ്ണലില്ല. ആയിഷ ബീവി അങ്ങനെ തന്നെ. എന്തോ ഒരു ധർമ്മാണ്. കുറഞ്ഞ കിട്ടിയാൽ തന്നെ എല്ലാ കാലത്തും അത് മതിയാവും. മനസ്സിലായില്ലേ? അങ്ങനെ എത്ര 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 സംഭവങ്ങളാണുള്ളത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ മൂപ്പര് മണ്ടി. പടച്ചമ്പുരാനെ എന്താ സംഭവിച്ചത്? അങ്ങനെ ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു കൊല ചെയ്യപ്പെട്ടവരോട് മുസ്ലിമീങ്ങളിൽ ഫിത്തന തുടങ്ങുന്നു. അന്ന് ഫിത്തന തുടങ്ങിയാൽ ഇന്ന് വരെ കെട്ടിട്ടില്ല. തുമ്മലായുത്തുഫാവു, പിന്നെ അത് കെടുത്താൻ കഴിയൂലെന്നാ. ഇന്നും മുസ്ലിമീങ്ങളിൽ എവിടെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നും കച്ചറയാണേക്കാർ. അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഫിത്തനയോടുകൂടെ തുടങ്ങുമെന്ന് റസൂലുള്ള പറഞ്ഞത് തുർമുദിന്റെ ഹദീസിലുണ്ട്. അപ്പൊ അത് ഓർത്തിട്ട് പേടിച്ചിട്ട് ഓടി ചെന്നിക്കാണ്. വീട്ടിലിട്ട് കൊല്ലപ്പെട്ടതല്ലേ ഉസ്മാൻ റളിയല്ലാഹു. മുസ്ലിമീങ്ങൾ വന്നതല്ലേ, കാഫിരീങ്ങൾ വന്നതല്ലല്ലോ. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നെന്ന് കേട്ടപ്പോൾ ഓടി ചെന്നപ്പോ ആയിരക്കണക്കിന് ആളുകൾ വീട്ടിന്റെ ചുറ്റും കൂടിയിരിക്കുന്നു. തിക്ക് കൂടെ മൂപ്പര് മെല്ലെ 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 അങ്ങനെ കയറി. അപ്പൊ കയ്യിൽ സാധനം എവിടേക്ക് പോകുമ്പോഴും നബിന്റെ ബർക്കത്തിന്റെ ബാഗ് കൈക്ക പിടിച്ചു. എവിടേക്ക് പോകുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ കൈക്ക പിടിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു. അപ്പൊ തബറുക്കിന് വേണ്ടിയാണ്, തിന്നാൻ വേണ്ടിയല്ല. കൈക്ക പിടിച്ചു. അങ്ങനെ ആണ്ട് കയറിയപ്പോ തിക്കപ്പെട്ടുകാണ്ട് ഈ ബാഗ് പോവാന്ന് പേടിച്ചപ്പോ ഒരു ഒളിവിൽ ഈ ബാഗ് കൊണ്ടേ വെച്ച്, എന്നിട്ട് തിക്കിക്കാണ്ടാണ്ട് കയറിങ്ങാണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെ ജനാസ കണ്ട് സങ്കടത്തോടു കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്ന് കണ്ട് നോക്കുമ്പോ ബാഗ് കാണാനില്ല. അല്ലോ മൂപ്പർക്ക് 2 ടെൻഷനായി. ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു വഫാത്തായ ടെൻഷൻ, ഒന്നോ മുത്തുനബിയുടെ ബർക്കത്ത് നഷ്ടപ്പെട്ട ടെൻഷനും. അങ്ങനെ മൂപ്പര് പറഞ്ഞു, ഇന്നാസിഹമ്മും വലി ഫിൽ യൗമി ഹമ്മാനി അമ്മുൽ ജറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. ലിന്നാസി ജനങ്ങൾക്ക് ഹമ്മുൻ ഇന്ന് ഒരു ടെൻഷനാണ്. ഏതാ? ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടു എന്നുള്ള ടെൻഷൻ. എന്നാൽ എനിക്ക് വലിയ ഫിൽ യൗമി ഹമ്മാൻ, എനിക്കിന്ന് 2 ടെൻഷനാണ്. ഒന്ന് അമ്മുൽ ജറാബി, എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടതും, അമ്മു ഷെയ്ഖ് ഉസ്മാനി, ഉസ്മാൻ തങ്ങൾ കൊല്ലപ്പെട്ടതും. 2 ടെൻഷൻ ഉണ്ട് എനിക്ക്. 2 ഒരേ വലുപ്പമുള്ള ടെൻഷനാണ്. ഒന്ന് ജീവൻ നഷ്ടപ്പെട്ട മാതിരിയാണ്, അത് റസൂലുള്ള തന്നത് നഷ്ടപ്പെടാന്നുള്ളത്. അങ്ങനെ തന്നെയല്ലേ? ഏതെങ്കിലും ഒരു തബറുക്കല്ലല്ലോ, മുത്തുനബിൻ്റെതല്ലേ, ആഖിറുസമാൻ വരെ കൊണ്ടുനടക്കാൻ പറ്റിയ സാധനമാണ്. അത് മർഫു ആയിപ്പോയി, ഉയർത്തപ്പെട്ടു പോയി. ഞാൻ മനസ്സിലാക്കുന്നത് അത് ആകാശത്ത് ഉയർത്തപ്പെട്ട് കാണും, അല്ലാതെ കള്ളന്മാർക്ക് കൊണ്ടാൻ കഴിക്കൂല. ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടതുപോലെ ബർക്കത്ത് ഉയർത്തപ്പെട്ടില്ലേ? ആ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് ഉയർത്തപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ മനസ്സിലാക്കിച്ചിട്ട് തെറ്റൊന്നുമില്ലല്ലോ. ഇജ്ജ് മനസ്സിലാക്കണ്ട, എന്നോട് ആരും മനസ്സിലാക്കാൻ പറഞ്ഞു. ഇജ്ജത് കട്ടുപോയി മനസ്സിലാക്കിക്കോ. ഇല്ല ഇന്ന ചീത്തറണ്ടാരെ, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാന്നല്ല അറിഞ്ഞ്. ഞാനാണ്ട് മനസ്സിലാക്കണ വയ്ക്കല, ഇജ്ജാണ്ട് മനസ്സിലാക്കല. ചിലർക്ക് അങ്ങനെ ഉണ്ട്. അയാൾ മനസ്സിലാക്കിയത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആരും ശാഠ്യം പിടിക്കരുതില്ലേ. എനിക്ക് മനസ്സിലായതുമായി തന്നെ മറ്റൊരാൾ മനസ്സിലാക്കണം വിചാരിച്ചാൽ അത് വല്ലാത്ത മനസ്സിലാക്കലാണ്. എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേറുള്ളവർ മനസ്സിലായതൊക്കെ മനസ്സിലായിക്കോട്ടെ. എല്ലാവർക്കും അവനാർക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കിയാളി. നമ്മളെ മാറ്റയാൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലായിക്കോട്ടെ. എന്തെല്ലാം അപ്പൊ ഈ ഇരിക്കണവരൊക്കെ പിന്നെ ഞാൻ മനസ്സിലാക്കാനുള്ളവരാ. വേറെന്തൊക്കെയോ മനസ്സിലാക്കുന്നവരുണ്ടാവും. എന്ത് മനസ്സിലാക്കിയാലും ഒരു പ്രശ്നമില്ല. ഇപ്പൊ രാത്രിയാന്ന് മനസ്സിലാക്കാം, പകലാന്ന് മനസ്സിലാക്കാം, ഇപ്പൊ ഇവിടെ ആരും ഇല്ലാന്ന് മനസ്സിലാക്കാം, ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒക്കെ അവനവന്റെ സ്വാതന്ത്ര്യമാണ്, അവനവന്റെ വെട്ടിനനുസരിച്ചൊക്കെ മനസ്സിലാക്കാം. അപ്പൊ അതാണ് റസൂലുള്ളാഹിന്റെ കരമാണ് ഏറ്റവും വലിയ കരം, ധർമ്മത്തിന്റെ കരം. സദത കുടൈക്കോൾ പൊങ്കും തിരുകരമാലൊണ്ടാമ തതിനബീ തൻ തോളർ മിസ്അബിലീന്താർ അവരത് തനപിടി ചെയ്താറ്റൽ മുമ്പില നിലയാകൈ.
സതത കുടൈക്കോൾ പൊങ്കും തിരുകരമായി. അവിടെയാണ് നമ്മളെ കണക്ക്. സതത ധർമ്മം കുടൈക്കോൾ പൊങ്കും, അതിന്റെ കാറ്റും കോളുമുള്ള ധർമ്മത്തിന്റെ കാറ്റും കോളും. ജൂൺ ജൂലൈ മാസത്തിലെ കടല് കണക്കെ കാറ്റും കോളുമുള്ള ധർമ്മത്തിന്റെ കൈ കോൾ പൊങ്കും തിരുകരമാൽ. അപ്പൊ ആ കയ്യിനെന്താ മൊയ്ൻകുട്ടി വർണ്ണിച്ചത് എങ്ങനെ? കടൽ തിരമാലകൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ കോള് പൊങ്കുന്ന, തിര പൊങ്ങുന്ന കടല് പോലെ ധർമ്മമുള്ള കൈ എന്നാ പറഞ്ഞത്. ആ ധർമ്മക്കൈ സതത കുടൈ കോൾ പൊങ്കും തിരുകരമാൽ. മനസ്സിലായില്ലേ? എല്ലാ ഗായകന്മാരും ഒപ്പാണ് പാട്ട് പാടിയത്. മങ്കൂസ് മൗലൂദിലും അങ്ങനെ തന്നെ, ബുർദയിലും അങ്ങനെ തന്നെ, ഹസ്സാൻ നബി സാബിത്തും അങ്ങനെ തന്നെ, മൊയ്ൻകുട്ടി വൈദ്യരും അങ്ങനെ തന്നെ. എല്ലാവരും നബിയുടെ കൈയിനെ വർണ്ണിച്ചത് അങ്ങനെയാണ്. അന്ത മുൻജീനാ മിനൽ ഹുറഖി മിൻ ലഹീബിൻ നാരി വൽ അജജി. അത് ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ അന്ത തങ്ങൾ മുൻജീന, ഞങ്ങളെ രക്ഷിക്കുന്നവരാണ്. മുൻജി എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കുന്ന ആള്. മുൻജിതല്ല, മുൻജിത് പറഞ്ഞാൽ സഹായിക്കുന്ന ആള്. ഇതല്ലേ രക്ഷിക്കുന്ന ആൾ. തങ്ങൾ മുൻജീന, ഞങ്ങളെ രക്ഷിക്കുന്നവരാണ്. മിനൽ ഹുറഖി, ഹിർക്കത്തുകളിൽ നിന്ന്, കരിച്ചിലുകളിൽ നിന്ന്, ഹിത്രാക്കുകളിൽ നിന്ന്, ഹർക്കത്തുകളിൽ നിന്ന്, കരിച്ചുകളിൽ നിന്ന്. ഉറക്ക് തന്നെ ഹർക്കത്തിന്റെ ജമ്മ് അല്ലെങ്കിൽ ഹിർക്കത്തിന്റെ ജമ്മ്. ഉറക്ക് തന്നാല് കരിച്ചിലുകൾ, കരിഞ്ഞു പോകലിനെ തൊട്ട് രക്ഷിക്കുന്ന ആളാണ്. മിൻ ലഹീബിൻ നാരി, എന്ത് കാരണത്താൽ കരിഞ്ഞു പോവുക? നരകത്തിന്റെ ആളൽ കാരണത്താൽ കരിഞ്ഞു പോവുക. മിന്നെ താലീലാക്ക. അപ്പൊ ലഹീബ് എന്ന ലഹബ്, നാളം, തീയിന്റെ നാളം, തീയിന്റെ നരകത്തീയിന്റെ നാളത്താൽ കരിഞ്ഞു പോകലിനെ തൊട്ട് ഞങ്ങളെ രക്ഷിക്കും. വല്ല അജജി, പൊട്ടിപ്പൊളിയലിനെ തൊട്ടും. അജ്ജ എന്ന് പറഞ്ഞാല് ഈ തീ കത്തുമുണ്ടാവല്ലേ, മരകത്തിന്റെ അടിയിൽ നിന്ന് ഒരു പൊട്ടല് കത്തുമുണ്ടാവല്ലേ, ഒരു മരത്തിനൊക്കെ ഒരു പൊട്ടിപ്പൊളിയലില്ലേ, ഇർത്തിറാബ്, ഒരു എന്താണ് പറയാ, പൊട്ടിപ്പൊളിയാന്നല്ലേ പറയാ. ഈ വിറകിന്റെ അടിയിൽ നിന്ന് ഒരു പൊട്ടലുണ്ടാവൂലേ, ആ തീയിൽപ്പെട്ട് പൊട്ടുക. അതിനെ തൊട്ടും ഞങ്ങളെ രക്ഷിക്കുന്നവരാണ് നബിയെ തങ്ങൾ. അജജി എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് അൽഹംദുലില്ലാഹിൽ അലിയിൽ അജ്ലലി എന്ന് പറഞ്ഞ മാതിരി അയക്കണപ്പ അജല് എന്നല്ല പറയേണ്ടത്. ലോത്തിൽ വന്നിക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ലോത്ത് ഞാൻ നോക്കിയില്ല. അല്ലെങ്കിൽ അജ്ജി എന്ന് പറയണം അല്ലേ? ഇദാം അയക്കലേ, ഇദാം നഹ്വിയായ ഖായിദക്ക് എതിര് ചെയ്യല് ബലാഗത്തിനെതിരല്ല, അല്ലെ സർഫിയായ ഖായിദക്ക് എതിര് ചെയ്യല്, മുഖാലഫത്തുൽ ഖിയാസിൽ ലോവി എതിര് ചെയ്യൽ എന്താണ്? ബലാഗത്തിനെതിരല്ലേ. അപ്പൊ അജ്ജി എന്ന് അറിയോ? അജ്ജിന്റെ അവിടെ അജജിന്ന് ലോത്ത് ഉണ്ടായിരിക്കും എന്നായിരിക്കും. ഏതുപോലെ മദ്ദിന്റെ അവിടെ മദത് എന്ന് ലോത്തുള്ളത് പോലെ ഇത് ചിലപ്പോ ഇതാമില്ലാതെ ലോത്ത് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. മറ്റേത് അജജി എന്ന് പറയാൻ പറ്റൂലല്ലോ. നിങ്ങൾ ഇനി ലോത്ത് നോക്കിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പിന്നെ പറഞ്ഞു എന്റെ കണക്ക് പ്രകാരം പറ്റാത്ത മട്ടാണ്. ഇതാവുമ്പോൾ നിർബന്ധമായ സ്ഥലമാണ്. മദ് പോലത്തെന്ന് ജഞ്ചാല് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ മദത് എന്ന് പറയില്ല. ഇതാമില്ലാതെ അറബിയിൽ വന്ന പ്രയോഗമാണെങ്കിൽ ഓക്കെ. അജ്ജിനെ അജജി എന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ അൽഹംദുലില്ലാഹിൽ അലിയിൽ അജിലലി എന്ന് പറഞ്ഞിരിക്കണ്. ഷാദാണെന്ന് തന്നെ അജല്ലി എന്നല്ലേ പറയണ്ടേ എന്ന പ്രയോഗമായി മാറിയിരിക്കണേ. അജജി അജി അജജി അജ്ജി അജജി എന്ന് ഉണ്ടായിരിക്കും വന്നിക്കണായിരിക്കും. മഖ്ദൂം ബാബാന്റെ പ്രയോഗല്ലേ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്.